ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഈ മാസം 12-നെത്തുന്ന ചരക്ക് കപ്പൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് സ്വീകരിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് മദർഷിപ്പിലെ കണ്ടെയ്നറുകൾ മാറ്റിയാണ് ട്രയൽ റൺ നടത്തുന്നത്. 1500 കണ്ടെയ്നറുകളാണ് മദർഷിപ്പിലുള്ളത്. 800 മീറ്റർ നീളമുള്ള ബെർത്തിലെ 400 മീറ്റർ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. 2960 മീറ്റർ പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായി. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന 1.7 കിലോമീറ്റർ നീളമുള്ള 4-വരിപ്പാതയുടെ ആദ്യ 600 മീറ്റർ നിർമ്മിച്ചു. ബാക്കി റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗം ഒരുക്കങ്ങൾ വിലയിരുത്തി. ലോകമാകെ ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിലേക്ക് കിടക്കുകയാണ്. 11-ാം തീയതിയോടുകൂടി ഷിപ്പ് എത്തിച്ചേരും. 12-ാം തീയതി ട്രയൽ റൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. അതോടുകൂടി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുപോലെ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. തുടർന്ന് ഈ വർഷം തന്നെ നമ്മുടെ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയും. തുറമുഖത്തേക്കുള്ള റെയിൽവേ കണക്ടിവിറ്റിക്കായി തയ്യാറാക്കിയ പുതിയ പദ്ധതി റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞു. കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണ ചുമതല. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യും. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.